മാതള നാരങ്ങ കൊണ്ട് നല്ല രീതിയിലുണ്ടാക്കുന്ന ഒരു നാരങ്ങക്കറിയുടെ കണ്ണൂർ സ്റ്റൈൽ നാരങ്ങാക്കറിയുടെ ഒരു റെസിപ്പിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നാരങ്ങാക്കറി ഒരുവിധം സദ്യക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എന്ത് ഫംഗ്ഷനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കണ്ണൂർകാരെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പം ചെറിയ രീതിയിൽ വ്യത്യാസം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നാരങ്ങാക്കറി എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട കറിയാണ്. അപ്പോൾ ഈ ഒരു കറിയുടെ കുഞ്ഞു റെസിപ്പിയെക്കുറിച്ചൊരു കുഞ്ഞു വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത്. അപ്പം ഈ കാണുന്നത് നമ്മുടെ നാരങ്ങക്കറി അതിൻ്റെ ലാസ്റ്റ് വാരുന്ന ഭാഗത്താണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നത് ഉലുവാപ്പൊടിയും ലാസ്റ്റ് വരുന്ന നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇറക്കി വെക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടന്നില്ല, നമുക്ക് വീണ്ടും റെസിപ്പിയിലേക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയുള്ള ഒരു നാരങ്ങക്കറിയാണ്. അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് ഒന്ന് വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽമുളക്, തേങ്ങാക്കൊത്ത് വേണം, അതുപോലെ കറിവേപ്പില വേണം, പിന്നെ ഇഞ്ചി ചതച്ചത് വേണം, പിന്നെ നമ്മുടെ പുളിയാണ് കാര്യമായിട്ടുള്ള മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും വേണം, ഉലുവ അല്ലാത്തതും വേണം, പിന്നെ അല്പം വെള്ളം അല്ലെങ്കിൽ നമ്മൾ ശർക്കര എന്ന് പറയും, അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. അപ്പം പുളി, ഉപ്പ്, എരു, അതുപോലെ മധുരവും കൂടെ ചേർന്ന് ആണ്. അപ്പോൾ മധുരം ഇടുന്നത് അതിന് ചെറിയൊരു കയ്പ്പുണ്ടാവും ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് മധുരവും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ പുളി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമ്മളൊരു ചട്ടി ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഉപ്പിട്ടു, പുളിവെള്ളം ഒഴിച്ചു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ലേശം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. ഇനി ഇത് കുറച്ച് നേരം നമ്മളിത് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള അതായത് മുളക്, പിന്നെ മറ്റുള്ള ഉള്ളികൾ, അതായത് വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, അതുപോലുള്ള വസ്തുക്കളെല്ലാം ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ നമ്മൾ നീളത്തിലാണ് സാധാരണ നീളത്തിൽ അരിഞ്ഞത്. അതിൻ്റെ ഷേപ്പ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അതുപോലെയാണ് നാരങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, കറിവേപ്പിലയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ചതച്ചത് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ സംഭവങ്ങളും, അതായത് നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടുന്ന എല്ലാ വസ്തുക്കളും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇതൊന്നും കൂടെ ഭംഗിയായിട്ട് വരുന്നത്. ഇതൊരു സാധാരണ നമ്മൾ കറി വെക്കുന്ന മാതിരി തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഈ നാരങ്ങ നല്ല രീതിയിൽ വെന്ത് വരുന്നതാണ്. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 എത്തണം എന്നില്ല, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. അതായത് ഫുള്ള് തീയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വെക്കുന്നത്. ഇത് വേണമല്ലോ, വെളുത്തുള്ളി ചെറുങ്ങനെ ചതച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഈ കാണുന്ന ഈ ഒരു പരുവത്തിൽ, അതായത് ഈ ഒരു ഷേപ്പിലാണ് ഇത് നമ്മൾ കഷ്ണിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു കഷ്ണങ്ങളെല്ലാം വേവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഒരല്പം നന്നായി തന്നെ ഇത് വെന്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ഇട്ടാലും നമ്മളതിൻ്റെ പാകം നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. ഇനി എരിവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നതൊരു ട്രിക്ക്, നമ്മൾ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് അല്പം കുറവുണ്ടായിരുന്നു എരിവ്, അപ്പോൾ അത് ചേർത്തു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഉലുവ പൊടിച്ചതാണ്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഏതാണ്ട് ഒരു ഫൈനൽ ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉലുവ ചേർക്കേണ്ടതുള്ളൂ. ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് അതിനുശേഷം കുറച്ച് ഉലുവയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ കടു താളിച്ച് ചേർക്കുന്നതാണിത്. അപ്പോൾ കടു താളിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കേണ്ടത് ഉലുവയാണ്. അപ്പോൾ വറ്റൽമുളകും ഉലുവ, കടുക്, അതുപോലെ കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്താണ് നെക്സ്റ്റ് വരുന്നത്, തേങ്ങാക്കൊത്താണ്. ഇത്രയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ്. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ടേസ്റ്റ് കൂടാനുള്ള ട്രിക്കാണ് ലേശം അച്ചാർപ്പൊടിയും 1 സ്പൂണ് വിനാഗിരിയും.